ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഒട്ടുമില്ലാതെ നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ ലീഡ്സ് കൊണ്ടുവരാം, എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കാം എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ പല ആളുകളും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ലീഡ് വരുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ്. അപ്പം ഇതിൽ എത്ര ആളുകൾ സ്വയം ഒന്ന് വിലയിരുത്തുക, നമ്മുടെ ബിസിനസ് ആരൊക്കെ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് നമ്മളിപ്പോൾ പല ആളുകളും നമ്മളൊരു സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു സർവീസിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ അവരുടെ പേരടിച്ചിട്ട് നമ്മൾ അവരുടെ റിവ്യൂ നോക്കും, നമ്മൾ അവരുടെ ക്രെഡിബിലിറ്റി നോക്കും, അവരുടെ ഗൂഗിൾ പ്രസൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഗൂഗിളിലാണ്. അപ്പൊ ഗൂഗിളിൽ എന്തായാലും നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നമ്മളെ ബിസിനസ് നമ്മൾ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്പർ 1 പ്രയോറിറ്റിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഗൂഗിളിൽ പോയിട്ട് റിവ്യൂ ഇടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം. പല ആളുകളും ഞാൻ ഈ റിയാദിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയി നോക്കുന്ന സമയത്ത് നമ്മളൊരു സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല സർവീസ് ആയിരിക്കും. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നിങ്ങളുടെ സർവീസ് നല്ലതാന്ന് പറഞ്ഞ് പോവും. പക്ഷെ അതുകൊണ്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല. അത് ഒരു ഇമ്പാക്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു സർവീസ് കഴിഞ്ഞ് ഒരു കസ്റ്റമർ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവരെ കൊണ്ട് ഈ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിൽ പോയിട്ട് അവരോടൊരു റിവ്യൂ ഇടാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിവ്യൂ കാലാകാലത്തേക്കും ആ ഗൂഗിൾ ഉണ്ടാവും. മറ്റുള്ള ആളുകൾ ഗൂഗിളിൽ നമ്മളെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ റിവ്യൂ കാണുകയും ഈ റിവ്യൂ കാരണം അവരെ നമ്മളുടെ സർവീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വരുന്ന ലീഡ്സ് ആണ്. അത് ഈസി ടു കൺവേർട്ട് ആയിട്ടുള്ള ലീഡ്സ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്പർ 1 ആയിട്ട് നിങ്ങൾ ഗൂഗിളിൽ ബിസിനസ് ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സർവീസ് കഴിഞ്ഞൊരു കസ്റ്റമർ പോകുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ സ്റ്റാഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഏതൊരു കസ്റ്റമർ വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആ ഒരു സർവീസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരു ഗൂഗിൾ റിവ്യൂ ഇടാൻ, അവർ സ്പോട്ടിൽ തന്നെ ഒരു ഗൂഗിൾ റിവ്യൂ ഇടാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിൽ നമുക്ക് തരുന്ന ഒരു ക്രെഡിബിലിറ്റിയും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയാ ഒരു പടി ഉയരത്തിലേക്ക് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ അല്ലെ സർവീസിനെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഓർഗനൈസേഷൻ, നിങ്ങളുടെ കമ്പനി ഗൂഗിൾ ബിസിനസ് ലിസ്റ്റ് ചെയ്യുക, മാക്സിമം റിവ്യൂസ് കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബിസിനസ് വളർച്ച നിങ്ങൾ നോക്കുക. എന്നിട്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിലെ ലീഡ് കൊണ്ടുവരാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വി ക്യാൻ ഗെറ്റ് ഇൻ ടച്ച്. താങ്ക് യു സോ മച്ച് എവരിവൺ.